PV അൻവർ വിഷയത്തിൽ UDF-ൽ വൈകാതെ തീരുമാനമുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. PV അൻവർ ഘടകകക്ഷികളെ കണ്ട് പിന്തുണ ഉറപ്പാക്കുന്നതിൽ തെറ്റില്ല എന്നും അൻവറിന്റെ സഹായം സ്വീകരിക്കുമെന്നും രമേശ് ചെന്നിത്തല 24-നോട് പറഞ്ഞു. UDF വൻ വിജയം നേടും. എപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു അന്ന് തന്നെ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ ജനവികാരം ഇന്ന് ആഞ്ഞടിക്കുകയാണ് സംസ്ഥാനത്ത്. അതിന്റെ പ്രതിഫലനം തന്നെയാണ് നിലമ്പൂരിലുള്ളത്. അദ്ദേഹത്തിന്റെ സ്വാധീനം ഞങ്ങൾ ഉപയോഗിക്കും. അത് ഞങ്ങൾ പിന്തുണ നൽകാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കും. വ്യക്തിപരമായ നിലപാടിന് ഇവിടെ പ്രസക്തിയില്ല. പാർട്ടിയും UDF എടുക്കുന്ന തീരുമാനമാണ് എന്റെ തീരുമാനം. സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് ചേരുന്നത്. സമീർ, എന്തായാലും മുന്നണി പ്രവേശനം അനിവാര്യമാണെന്നാണ് PV അൻവർ പറഞ്ഞത്. എന്നാൽ ധൃതിയില്ല എന്നും അൻവർ പറയുന്നു. ഇപ്പോൾ കൂടിയാലോചന നടക്കുന്നത് രമേശ് ചെന്നിത്തലയും പറയുമ്പോൾ എത്രത്തോളം ആശാവഹമാണ്? പ്രവിധ രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളായിരുന്നു PV അൻവറുമായി ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് അൻവർ അല്പം അഴയുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അധികം വൈകില്ല, ഉടൻ തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് ഈ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത്. PV അൻവറിന് നിലമ്പൂരിൽ സ്വാധീനമുണ്ട്. ആ സ്വാധീനം നമ്മൾ UDF ഉപയോഗപ്പെടുത്തും. അദ്ദേഹം ഈ പിന്തുണ UDF-ന്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പിന്തുണ തേടി ഘടകകക്ഷികളോടെ കാണുന്നതിൽ തെറ്റില്ലെന്നും അത് നല്ല കാര്യമാണെന്നുള്ളതുമാണ് ഈ രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത്. PV അൻവറിന്റെ ആവശ്യം എന്നുള്ളത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ ഈ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലേക്ക് എടുക്കുക എന്നുള്ളതാണ്. അക്കാര്യമാണ് ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതുകൂടി കണക്കിലെടുത്തായിരുന്നു അടുത്ത UDF യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ PV അൻവറിനെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചത്. ഇതിന് പിന്നാലെ PV അൻവർ മുസ്ലിം ലീഗിനെയും അതോടൊപ്പം തന്നെ ഈ PJ ജോസഫ് അടക്കമുള്ള നേതാക്കളെയും ഒക്കെ തന്നെ നേരിട്ട് കണ്ട് പിന്തുണ ഉറപ്പാക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അടുത്ത UDF യോഗത്തിൽ ഇവരൊക്കെ തന്നെ അൻവറിനെ പിന്തുണയ്ക്കുകയാണെങ്കിൽ UDF പ്രവേശനം എളുപ്പമാകുമെന്നുള്ളതാണ് അൻവറും കണക്ക് കൂട്ടുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഉടൻ തീരുമാനമുണ്ടാകുമെന്നുള്ള ഒരു പ്രതികരണം രമേശ് ചെന്നിത്തല നടത്തുന്നതും. ശരി, രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം PV അൻവറിന് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ്. ഉടൻ തന്നെ മുന്നണി പ്രവേശനം ഉണ്ടാകും എന്നുള്ള സൂചനയാണ് രമേശ് ചെന്നിത്തല നൽകിയത്.